കേൾക്കുന്നവരെ എല്ലാം ഞെട്ടിക്കുന്ന ഒരു അതിവിചിത്ര അവകാശവാദവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. അയത്തുള്ള അലി ഖമനയുടെ മരണശേഷം അടുത്ത പരമോന്നത നേതാവാകാൻ ഇറാൻ തന്നോട് അനൌദ്യോഗികമായി ആവശ്യപ്പെട്ടു എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഒരു ചടങ്ങിലാണ് ട്രംപ് ഈ അതിഭീകരമായ നുണ തട്ടിവിട്ടത്. ഇറാനിലെ നേതൃത്വമാണ് എന്നോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇറാന്റെ ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്ന വിടവ് നികത്താനാണ് അവർ തന്നെ സമീപിച്ചതെന്നും ട്രംപ് പറയുന്നു. കഴിഞ്ഞ മാസമാണ് അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമനയെ കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെ അലി ഖമനയുടെ മകൻ മൊജ്തബ ഖമനയെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്നാൽ യുദ്ധത്തിനിടെ മൊജ്തബ ഖമനയ്ക്കും പരിക്കേറ്റതായി വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷം മൊജ്തബയെ പൊതുവേദികളിൽ കണ്ടിട്ടുമില്ല. ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇറാനിലെ യുദ്ധം ലക്ഷ്യത്തിന് അടുത്തെത്തിയെന്നും ട്രംപ് പറയുന്നു. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട്. ലോകം മുഴുവൻ ഇറാൻ ഇസ്രായേൽ യുദ്ധം കാരണം ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഈ വെടിപൊട്ടിക്കുന്നത്. വാഷിംഗ്ടൺ DC-യിൽ നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിരുന്നിനിടെയാണ് അദ്ദേഹം ഈ വിവാദ പ്രസ്താവന നടത്തിയത്. ട്രംപിന്റെ പ്രസംഗം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവാകാൻ അവിടുത്തെ ഭരണകൂടം തന്നെ അനൌദ്യോഗികമായി ക്ഷണിച്ചെന്ന വിചിത്രമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്നാൽ താൻ ആ ഓഫർ വളരെ സ്നേഹപൂർവ്വം നിരസിച്ചു എന്നുകൂടെ ട്രംപ് പറയുന്നുണ്ട്. ഇറാനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവന വരുന്നത്. ഇറാൻ എന്ന രാജ്യത്തിന്റെ തലവനാകാൻ എന്നെപ്പോലെ ആഗ്രഹം ഇല്ലാത്ത മറ്റൊരു നേതാവും ലോകത്തുണ്ടാകില്ല എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തു കഴിഞ്ഞുവെന്നും ഇതൊരു വലിയ വിജയമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഇറാൻ ഭരണകൂടം വെടിനിർത്തലിനായി അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്തിനകത്തു നിന്നുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെയും സൈന്യത്തെയും ഭയന്നാണ് അവർ അത് പുറത്ത് പറയാത്തതെന്നും കൂടെ ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ട്രംപും വൈറ്റ് ഹൗസും ആവർത്തിച്ച് പറയുമ്പോഴും ഇറാൻ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം ട്രംപിന്റെ പ്രസ്താവനകളെ രൂക്ഷമായി പരിഹസിച്ചു. നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീർക്കുകയാണോ എന്ന് ചോദിച്ച അദ്ദേഹം അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്നും ഇനി ഒരിക്കലും അത്തരമൊരു കരാറിന് തങ്ങൾ തയ്യാറാകില്ലെന്നും വ്യക്തമായി പറഞ്ഞു. അമേരിക്കയുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളെ തള്ളിക്കളഞ്ഞ ഇറാൻ സ്വന്തം നിലയിലുള്ള 5 നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സമാധാനം എന്നത് തങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ എണ്ണക്കടത്തിലെ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും പ്രാദേശിക ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. വിപണിയിലെ ഈ അസ്ഥിരത അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധഭീഷണിയുമായി മുന്നോട്ട് പോകുമ്പോഴും ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് പശ്ചിമേഷ്യയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുകയാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തെ സൈനിക ഉന്മൂലനം എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നതെന്നും ഇറാൻ ഭരണകൂടം സമാധാന കരാറിനായി അതിയായി ആഗ്രഹിക്കുന്നു എന്നും കൂടി അദ്ദേഹം പറയുന്നു. എന്നാൽ സ്വന്തം ജനങ്ങളാൽ കൊല്ലപ്പെടും എന്ന ഭയത്തിലാണ് അവർ അത് പുറത്തു പറയാത്തത്. മറുവശത്ത് അമേരിക്കൻ സൈന്യത്തെയും അവർക്ക് പേടിയാണെന്നും ട്രംപ് പറയുന്നു. ഇറാനുമായി രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഉടൻ തന്നെ ഒരു കരാറിലെത്താൻ കഴിയുമെന്നും കൂടി അദ്ദേഹം പറയുന്നു. സ്വയം ചർച്ചകൾ നടത്തുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മാറിയോ എന്നാണ് ഇറാന്റെ ജോയിന്റ് മിലിറ്ററി കമാൻഡ് വക്താവ് ഇബ്രാഹിം സോൾഫോഗാരി ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത്. നിങ്ങളുമായി ഒരു കരാറിനും ഞങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു.